രാമായണം ക്വിസ്. ഒന്നാമത്തെ ചോദ്യം. വാൽമീകി മഹർഷിയുടെ ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തമസാ നദിയുടെ തീരത്ത്. രണ്ടാമത്തെ ചോദ്യം. തമിഴിലെ രാമായണത്തിൻ്റെ പേരെന്ത്? ഉത്തരം കമ്പരാമായണം. ഇത് എഴുതിയത് കമ്പർ ആണ്. മൂന്നാമത്തെ ചോദ്യം. രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചത് ആരാണ്? ഉത്തരം ബ്രഹ്മാവ്. നാലാമത്തെ ചോദ്യം. ഹിന്ദിയിലെ പ്രധാന രാമായണം ഏതാണ്? ഉത്തരം രാമചരിതമാനസം. ഇത് എഴുതിയത് തുളസീദാസ്. അഞ്ചാമത്തെ ചോദ്യം. രാമായണം ആധാരമാക്കി കാളിദാസൻ എഴുതിയ കൃതി? ഉത്തരം രഘുവംശം. ആറാമത്തെ ചോദ്യം. കുട്ടികളുടെ രാമായണം എഴുതിയത് ആര്? ഉത്തരം മാലി മാധവൻ നായർ. ഏഴാമത്തെ ചോദ്യം. രാമൻ്റെ പേരിലുള്ള ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പുണ്യസ്ഥലം ഏതാണ്? ഉത്തരം രാമേശ്വരം, തമിഴ്നാട് സംസ്ഥാനത്ത്. ഏത് രാജ്യത്താണ് ബാലിയെ സ്മരിച്ചുകൊണ്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇന്തോനേഷ്യ. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ചിന്താവിഷ്ടയായ സീത എഴുതിയത് ആരാണ്? ഉത്തരം മഹാകവി കുമാരനാശാൻ. 11ാമത്തെ ചോദ്യം. രാമായണത്തെ ആസ്പദമാക്കി ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ. 12ാമത്തെ ചോദ്യം. ഉത്തരരാമചരിതം സംസ്കൃതത്തിൽ എഴുതിയത് ആരാണ്? ഉത്തരം ഭവഭൂതി. രാമായണം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഇതിഹാസം. രാമായണ പ്രശസ്തമായ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം ഇന്തോനേഷ്യ, പിന്നെ തായ്ലാൻഡ്. കന്നഡയിലെ രാമായണം ഏതാണ്? കന്നഡയിലെ രാമായണം ഏതാണ്? ഉത്തരം രാമചന്ദ്രചരിതം. എഴുതിയത് നാഗചന്ദ്രൻ. വാൽമീകിയുടെ യഥാർത്ഥ നാമം എന്താണ്? ഉത്തരം രത്നാകരൻ. ദശരഥൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ദശരഥൻ്റെ പ്രധാനമന്ത്രി സുമന്ത്രരായിരുന്നു. ഉത്തരം സുമന്ത്രർ. സുമന്ത്രർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം നല്ലത് മാത്രം മന്ത്രിക്കുന്നവൻ. ഇതാണ് സുമന്ത്രർ എന്ന വാക്കിൻ്റെ അർത്ഥം. സുമിത്രയുടെ രാജ്യം ഏതാണ്? 19ാമത്തെ ചോദ്യം. സുമിത്രയുടെ രാജ്യം ഏതാണ്? ഉത്തരം കാശി. 20ാമത്തെ ചോദ്യം. ദശരഥൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം നേമി. നേമിയാണ് ദശരഥൻ്റെ യഥാർത്ഥ പേര്. 21ാമത്തെ ചോദ്യം. ശ്രീരാമൻ ജനിച്ച നക്ഷത്രം അല്ലെങ്കിൽ നാൾ ഏതാണ്? ഉത്തരം പുണർദം. ഭരതൻ ജനിച്ച നക്ഷത്രം അല്ലെങ്കിൽ നാൾ ഏതാണ്? ഉത്തരം പൂയം. 23ാമത്തെ ചോദ്യം. ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ച നാൾ അല്ലെങ്കിൽ നക്ഷത്രം ഏതാണ്? ഉത്തരം ആയില്യം. ശ്രീരാമവതാരം അല്ലാത്ത മറ്റ് 2 അവതാരങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബലരാമൻ, പരശുരാമൻ. ബലരാമൻ ആരുടെ സഹോദരനാണ്? ഉത്തരം ശ്രീകൃഷ്ണൻ്റെ മൂത്ത സഹോദരൻ. ശ്രീരാമൻ്റെ നിറം എന്താണ്? ശ്രീരാമൻ്റെ നിറം കറുപ്പാണ്. ഉത്തരം കറുപ്പ്. 27ാമത്തെ ചോദ്യം. ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഭരണ നിപുണൻ. ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ലക്ഷണമൊത്തവൻ. ശത്രുഘ്നൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്?
ഉത്തരം ശത്രുക്കളെ ഹനിക്കുന്നവൻ. വിശ്വാമിത്ര സന്നിധിയിൽ നിന്ന് വരുമ്പോൾ ശ്രീരാമൻ സന്ദർശിച്ച ആശ്രമം ഏതാണ്? ഉത്തരം ഗൗതമ മുനിയുടെ ആശ്രമം. അഗസ്ത്യമുനിയുടെ ഭാര്യയുടെ പേരെന്താണ്? അഗസ്ത്യമുനിയുടെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം ലോപമുദ്ര. 32ാമത്തെ ചോദ്യം, വിരാധവധത്തിനു ശേഷം രാമൻ സന്ദർശിച്ച മുനി ഏതാണ്? ഉത്തരം അഗസ്ത്യമുനി. സീത വിവാഹം കഴിഞ്ഞ് വരികയായിരുന്ന ശ്രീരാമനെ എതിർത്തത് പരശുരാമനായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ ശ്രീരാമന് കൊടുത്ത വില്ലേതാണ്? ഉത്തരം വൈഷ്ണവചാപം. വിദേഹ രാജ്യത്തിൻ്റെ രാജാവ് ആരാണ്? 34ാമത്തെ ചോദ്യം, വിദേഹ രാജ്യത്തിൻ്റെ രാജാവ് ആരാണ്? ഉത്തരം ജനകൻ. വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം മിഥിലാപുരി. ഭരതൻ്റെ ഭാര്യയുടെ പേരെന്താണ്? 36ാമത്തെ ചോദ്യം, ഭരതൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം മാണ്ഡവി. ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? 37ാമത്തെ ചോദ്യം, ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം ഊർമിള. 38ാമത്തെ ചോദ്യം, നായാട്ടിനിടയിൽ ദശരഥനാൽ വധിക്കപ്പെട്ട കുമാരൻ ആരാണ്? ഉത്തരം ശ്രവണകുമാരൻ. ഭരതൻ ശ്രീരാമപാദുകം വെച്ച് ഭരിക്കുമ്പോൾ താമസിച്ച സ്ഥലം? ഉത്തരം നന്ദിഗ്രാമം. ഭരദ്വാജനെ കണ്ട ശേഷം രാമൻ താമസം ഉറപ്പിച്ചതെവിടെ? ഉത്തരം ചിത്രകൂടാചലം. ജടായുവിൻ്റെ ചിറകരിയാൻ രാവണൻ ഉപയോഗിച്ച ആയുധം ഏതാണ്? ഉത്തരം ചന്ദ്രഹാസം എന്ന വാൾ. ജടായുവിനെ കണ്ട ശേഷം രാമൻ താമസിച്ചത് എവിടെയാണ്? 42ാമത്തെ ചോദ്യം, ജടായുവിനെ കണ്ട ശേഷം രാമൻ താമസിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചവടി. ജനകന് പരശുരാമൻ നൽകിയ വില്ല് ഏതാണ്? ജനകന് പരശുരാമൻ നൽകിയ വില്ല് ത്രയംബകം. ഉത്തരം ത്രയംബകം. രാമാഭിഷേകം മുടക്കാൻ കൈകേയിയെ പ്രേരിപ്പിച്ച സ്ത്രീ ഏതാണ്? ഉത്തരം മന്ദര. മന്ദര കൈകേയിയുടെ തോഴിയും കൂടെയാണ്. ആരുടെ ശാപം കാരണമാണ് ബാലിക്ക് ഋഷ്യമുഖാചലത്തിൽ കയറാൻ പറ്റാതെ വന്നത്? ഉത്തരം മാതംഗമുനിയുടെ. ഛായഗ്രഹണിയുടെ മറ്റൊരു പേര് എന്താണ്? ഛായഗ്രഹണിയുടെ മറ്റൊരു പേര് എന്താണ്? 46ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സിംഹിക. ഛായഗ്രഹണിയുടെ ശരിയായ പേര് എന്താണ്? നേരത്തെ പറഞ്ഞത് മറ്റൊരു പേരാണ്, ഇത് ശരിയായ പേര് എന്താണ്? ഉത്തരം അങ്കാരക. 48ാമത്തെ ചോദ്യം, ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏതാണ്? ഉത്തരം മഹേന്ദ്രഗിരി. 49ാമത്തെ ചോദ്യം, മഹേന്ദ്രഗിരിയിൽ വെച്ച് ശ്രീരാമൻ കണ്ടുമുട്ടിയ പക്ഷി ഏതാണ്? ഉത്തരം സമ്പാതി. 50ാമത്തെ ചോദ്യം, രാവണൻ്റെ അമ്മയുടെ പേരെന്താണ്? രാവണൻ്റെ അമ്മയുടെ പേര് കൈകസി. ഉത്തരം കൈകസി. 51ാമത്തെ ചോദ്യം, ഹനുമാന് പുഷ്പങ്ങളും പഴങ്ങളും നൽകി വിശ്രമിക്കാൻ പറഞ്ഞത് ആരാണ്? അതൊരു പർവ്വതമാണ്. ഉത്തരം മൈനാക പർവ്വതം.